നമസ്കാരം. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന് എത്ര വയസ്സുണ്ടാകും? കോടിക്കണക്കിന് വർഷങ്ങൾക്കും മുൻപ് ഭൂമിയിൽ മനുഷ്യവാസം തുടങ്ങുന്നതിനും മുൻപ് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭാരതീയ പുരാണങ്ങൾ പ്രകാരം പ്രപഞ്ചം ചലിക്കുന്നത് 4 യുഗങ്ങളിലൂടെയാണ്. ഓരോ യുഗത്തിൻ്റെ അവസാനത്തിലും പ്രപഞ്ചം ഒരു വലിയ ശുദ്ധീകരണത്തിന് വിധേയമാകും. പാപങ്ങൾ കഴുകിക്കളയാൻ പ്രകൃതി തന്നെ ഒരുക്കുന്ന ആ മഹാസംഭവമാണ് പ്രളയം. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ആദ്യത്തേതായ മത്സ്യാവതാരം കേവലം ഒരു അസുരനെ വധിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അത് അറിവിൻ്റെ നാശത്തെ തടയാനും വരാനിരിക്കുന്ന പുതിയ ലോകത്തിന് വഴികാട്ടാനുമായിരുന്നു. ഒരു ചെറിയ കമണ്ഡലുവിൽ തുടങ്ങിയ ആ അത്ഭുത കഥ സമുദ്രത്തോളം വളർന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അവസാനിക്കുകയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ പകലിന് ശേഷം ബ്രഹ്മാവ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ സൃഷ്ടികൾക്കെല്ലാം വിശ്രമമാണ്. ബ്രഹ്മാവ് ഉറക്കത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് ജ്ഞാനത്തിൻ്റെ ഉറവിടമായ 4 വേദങ്ങൾ പുറത്തേക്ക് വന്നു. ശഖോദം, യജുർവേദം, സാമവേദം, അഥർവവേദം. സൃഷ്ടിയുടെയും പ്രകൃതിയുടെയും സകല രഹസ്യങ്ങളും ഈ വേദങ്ങളിലുണ്ട്. ഈ നിമിഷം കാത്തുനിന്ന ഹയഗ്രീവൻ എന്ന അസുരൻ ഈ അറിവുകൾ സ്വന്തമാക്കിയാൽ തനിക്ക് പ്രപഞ്ചത്തെ അടക്കി ഭരിക്കാമെന്ന് മോഹിച്ചു. അവൻ ആ 4 വേദങ്ങളും മോഷ്ടിച്ച് കടലിൻ്റെ അടിത്തട്ടിലേക്ക്, ആരും എത്താത്ത പാതാള ലോകത്തേക്ക് ഒളിച്ചോടി. വേദങ്ങളില്ലാത്ത ലോകമെന്നാൽ സൂര്യനില്ലാത്ത പകൽ പോലെയാണ്. ലോകത്ത് അറിവില്ലാതെയായി, ധർമ്മം നശിച്ചു, അന്ധകാരം പടർന്നു. ഈ അവസ്ഥ മാറ്റാൻ ഭഗവാൻ വിഷ്ണു ഒരവതാരമെടുക്കാൻ തീരുമാനിച്ചു. അത് ആയുധമേന്തിയ ഒരു വീരനായിരുന്നില്ല, മറിച്ച് കരുണയുടെ രൂപമായ ഒരു മത്സ്യമായിരുന്നു. ദ്രാവിഡ ദേശത്തെ ചക്രവർത്തിയായിരുന്നു സത്യവ്രതൻ. രാജാവാണെങ്കിലും ഒരു മഹർഷിയെപ്പോലെ ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. സന്ധ്യാസമയത്ത് കൃതമാല നദിയിൽ തർപ്പണം ചെയ്യാൻ അദ്ദേഹം ഇറങ്ങി. തൻ്റെ കൈക്കുമ്പിളിൽ വെള്ളമെടുത്തപ്പോൾ അതിൽ മിന്നിത്തിളങ്ങുന്ന ഒരു ചെറിയ സ്വർണ്ണ മത്സ്യം. അദ്ദേഹം അതിനെ തിരികെ വെള്ളത്തിലേക്കിടാൻ ഒരുങ്ങിയപ്പോൾ ആ മത്സ്യം മനുഷ്യസ്വരത്തിൽ കരഞ്ഞു. മഹാരാജാവേ, അങ്ങ് കരുണാനിധിയല്ലേ. ഈ വലിയ നദിയിലെ ക്രൂരമായ മത്സ്യങ്ങൾ എന്നെ പിടിച്ചു തിന്നും. അങ്ങ് എന്നെ ഉപേക്ഷിക്കരുതേ. സത്യവ്രതൻ അത്ഭുതപ്പെട്ടു. ഒരു മത്സ്യം സംസാരിക്കുന്നു. അദ്ദേഹം അതിനെ തൻ്റെ കമണ്ഡലുവിലാക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. രാത്രിയിൽ ആ കമണ്ഡലുവിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. മത്സ്യം വളർന്നിരിക്കുന്നു. കമണ്ഡലു തികയാതെ വന്നപ്പോൾ രാജാവ് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. മണിക്കൂറുകൾക്കുള്ളിൽ ആ പാത്രവും നിറഞ്ഞു. പിന്നീട് കിണറ്റിലും കുളത്തിലും അവസാനം നദിയിലും ആ മത്സ്യത്തെ മാറ്റിപ്പാർപ്പിച്ചു. പക്ഷെ അത് വളർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാജാവ് അതിനെ സമുദ്രത്തിൽ കൊണ്ടുപോയി ഇട്ടു. ആ നിമിഷം ആ മത്സ്യം സമുദ്രം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വരൂപം പൂണ്ടു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭയോടെ ആ മത്സ്യം സത്യവ്രതനോട് പറഞ്ഞു, സത്യവ്രത, ഞാൻ നിന്റെ ഭക്തിയിൽ പ്രീതനായിരിക്കുന്നു. പക്ഷേ നിനക്ക് മുന്നിൽ ഭയാനകമായ ഒരു സത്യം വെളിപ്പെടുത്താനുണ്ട്. ഭഗവാൻ അരുളി ചെയ്തു, ഇന്നു മുതൽ 7-ാം ദിവസം കടലുകൾ ആകാശത്തോളം ഉയരും. ലോകം പ്രളയത്തിൽ മുങ്ങും. സത്യവ്രത, നീ ഒരു ഭീമൻ നൗക നിർമ്മിക്കുക. അതിൽ ലോകത്തിലെ സകല സസ്യങ്ങളുടെയും വിത്തുകൾ, ഔഷധങ്ങൾ, പിന്നെ സപ്തഋഷികളെയും കയറ്റുക. ലോകം നശിക്കുമ്പോൾ അടുത്ത യുഗത്തിലേക്ക് നന്മയെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നിനക്കാണ്. പറഞ്ഞതുപോലെ 7-ാം ദിവസം ആകാശം കറുത്തിരണ്ടു. 7 മേഘങ്ങൾ ഒന്നിച്ചു പെയ്തു. നദികൾ കരകവിഞ്ഞു. കടൽ ഭിത്തിയിൽ തകർന്നു. പ്രാണരക്ഷാർത്ഥം സകലരും പരക്കം പാഞ്ഞു. സത്യവ്രതനും സപ്തഋഷികളും തയ്യാറാക്കിയ നൗകയിൽ പ്രവേശിച്ചു.
കൂറ്റൻ തിരമാലകൾക്കിടയിൽ ആ തോണി ഉലയാൻ തുടങ്ങി. പെട്ടെന്ന് കാറ്റും മഴയും ഭേദിച്ച് തലയിൽ ഒരു വലിയ കൊമ്പുള്ള ആ സ്വർണ്ണ മത്സ്യം പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വാസുകി എന്ന സർപ്പത്തെ കയറാക്കി ആ കൊമ്പിൽ തോണി ബന്ധിപ്പിച്ചു. പ്രളയജലത്തിലൂടെ ഒരു വിളക്കുമാടം പോലെ ഭഗവാൻ ആ തോണിയെ സുരക്ഷിതമായി നയിച്ചു. തോണി സുരക്ഷിതമായ ഒരു കൊടുമുടിയിൽ ഉറപ്പിച്ച ശേഷം ഭഗവാൻ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഊളിയിട്ടു. അവിടെ ഹയഗ്രീവൻ വേദങ്ങളുമായി ഗർവോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ മത്സ്യം തൻ്റെ വാലുകൊണ്ട് സമുദ്രത്തെ പിടിച്ചുലച്ചു. അസുരനും ഭഗവാനും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. ഒടുവിൽ ഭഗവാൻ ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്തു. പ്രളയം ശാന്തമായപ്പോൾ ഭൂമിയിൽ പുതിയ പുലരിയുണ്ടായി. സത്യവ്രതൻ വൈവസ്വമനുവായി പുതിയ സൃഷ്ടിക്ക് തുടക്കം കുറിച്ചു. ഭഗവാൻ മത്സ്യാവതാരത്തിലൂടെ ലോകത്തിന് നൽകിയ സന്ദേശം ലളിതമാണ്. ലോകം നശിച്ചാലും നന്മയുള്ള ഒരൊറ്റ മനുഷ്യനെങ്കിലും ഉണ്ടെങ്കിൽ പ്രപഞ്ചം വീണ്ടും പുനർജനിക്കും. വിഷ്ണുവിൻ്റെ ഈ ലീലകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഭാഗത്തിൽ നമുക്ക് കൂർമാവതാരത്തെക്കുറിച്ച് സംസാരിക്കാം. പാലാഴി കടഞ്ഞതും അമൃതനായി ദേവാസുരന്മാർ പോരാടിയതും ഭഗവാൻ ആമയായി അവതരിച്ചതും എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.